ഇത് കഴിഞ്ഞ് നമുക്ക് കളിക്കാൻ പോവാ. എഴുതല് കഴിഞ്ഞാ മര്യാദയ്ക്ക് ഇരുന്ന് എഴുതടാ. ഒരു കളിക്കാൻ പോക്ക്. ഹലോ സോറ, ഞായറാഴ്ച ഇവിടെ പെരയിൽ നോമ്പുറപ്പിക്കലാണ്. ഇജ്ജും കുട്ടികളും കൂടി നേരത്തെ വരിക. അക്ക ഞങ്ങൾക്ക് വിളിക്കാൻ നിൽക്കായിരുന്നു. അതെന്തേ? കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു അക്ക. ട്യൂഷൻ കുട്ടികളിനെ അടുത്തുള്ളവരിനൊക്കെ പെരുന്നാളിന് വിളിക്കണതല്ലേ. ഇജ്ജൊന്നും മുണ്ടാണ്ടിരുന്ന സോറ, ഞാൻ ആ സ്ഥലം മേടിച്ച എൻ്റെ ക്യാഷ് തന്നെ റെഡി ആയിട്ടില്ല. മൂപ്പര് ഈ അവസ്ഥയിലായോണ്ടല്ലേ അക്ക. അതിനിപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ഇയ്യേ കുട്ടികളെയും കൂട്ടി ഞായറാഴ്ച അങ്ങോട്ട് പായൂ. എന്നാ ശരി. എന്തൊക്കെ പടച്ചോ എന്നെ ആക്കിയോണ്ടല്ലേ. എന്താണ് ഇക്ക? ആ ഇക്ക ഇവിടെ ഇരിക്കണ്ട്. ഇക്കാക്ക് കുഴപ്പമൊന്നുമില്ല. ആ ഞാൻ വിളിക്കാം. ബഷീറേ, പെരുന്നാളൊക്കെ ഏതുവരെടാ? സൂറ, ഇതൊക്കെ ഒന്ന് കത്തിക്കൊണ്ടച്ചാ. നമ്മുടെ പെരുന്നാളല്ലേ വരുന്നു. ബഷീറേ, എന്തൊക്കെ ഉണ്ടടാ? കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തിനാടാ ഇതൊക്കെ? എടാ മോളിൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു. ഞങ്ങളുള്ളപ്പോൾ നീ എന്തിനാടാ വിഷമിക്കണത്? എല്ലാ കൊല്ലം പെരുന്നാൾ ഈ വീട്ടിൽ വെച്ചാൽ നമ്മൾ ആഘോഷിക്കാറ്. ഇക്കൊല്ലം അതിനൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. ഏയ് ബീഫ് കൊടുത്തില്ലേ? ഇതെല്ലാ കൊല്ലത്തെ പോലെ നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുണ്ട് വെച്ചാ. എൻ്റെ ബീഫ് കഴിക്കാൻ എൻ്റെ ഭാര്യ പെരുന്നാളിന് വരണ തന്നെ. ശരിടാ, പോട്ടെ. ശരി. നമ്മള് സൂറ, പടച്ചോ ഇല്ലാന്ന് ആരാ പറഞ്ഞത്? പടച്ചോ ഓരോ സമയത്ത് ഓരോരുത്തരുടെ രൂപത്തിലാണ് വരിക. ഇപ്പോൾ ഓൻ്റെ രൂപത്തിലാണ് വന്നിക്കുന്നത്.